നമസ്തേ. നമ്മളെല്ലാവരും അമ്പലങ്ങളിൽ പോയിട്ട് ഓരോരോ വഴിപാടുകൾ നടത്തുന്നവരാണല്ലോ. പ്രത്യേകിച്ച് ജ്യോത്സ്യന്മാർ പറയുമ്പോൾ അങ്ങനെയുള്ള കുറച്ച് വഴിപാടുകൾ നടത്തുമ്പോൾ എന്തൊക്കെ ഫലങ്ങളാണ് കിട്ടുക എന്നുള്ളതൊന്ന് നോക്കിയാലോ. നാരങ്ങാ വിളക്ക് വഴിപാട് കഴിച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ രാഹുദോഷം, വിവാഹ തടസ്സം എന്നിവ മാറിക്കിട്ടും. നമ്മൾ നെയ്വിളക്ക് സമർപ്പിക്കുകയാണെങ്കിൽ നേത്രരോഗത്തിന് ശമനം ഉണ്ടാകും. ചുറ്റുവിളക്ക് മനഃശാന്തിയും പാപമോചനം, യശസ്, കീർത്തി ഇവയെല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി വിളക്ക് വഴിപാട് നടത്തുകയാണെങ്കിൽ ദുഃഖ നിവാരണം, പിൻവിളക്ക് മംഗല്യസിദ്ധിയും ദാമ്പത്യ ഐക്യവും ഉണ്ടാകും. കെടാവിളക്ക് നമ്മൾ ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ മഹാവ്യാധിയിൽ നിന്ന് മോചനം ലഭിക്കും. ഇനി ആൽവിളക്ക് വഴിപാട് നടത്തുന്നത് വഴി ഉദ്ദിഷ്ട കാര്യസിദ്ധി. മാല വഴിപാട് മാനസികമായിട്ടുള്ള സുഖം ലഭിക്കാൻ വളരെ നല്ലതാണ്. മാല വഴിപാട്, കൂവളമാല വഴിപാട് മുൻജന്മങ്ങളിലുള്ള പാപങ്ങൾ നശിക്കാനും, നമ്മുടെ മുൻജന്മങ്ങളിൽ എന്തെങ്കിലും പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും, ഉറച്ച മനസ്സിനും ശിവഭഗവാന്റെ സായുജ്യം കിട്ടാനും നമ്മൾ കൂവളമാല വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നിറമാല വഴിപാട് അഭീഷ്ടസിദ്ധിക്ക് വളരെ നല്ലതാണ്. ഗണപതി ഹോമം വിഘ്നങ്ങളെല്ലാം മാറി നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യം കൈവരിക്കാൻ ഗണപതി ഹോമം നടത്തുക വളരെ നല്ലതാണ്. ഇനി നമ്മൾ കർഗഹോമം വഴിപാട് നടത്തുകയാണെങ്കിൽ ബാലാരിഷ്ടമുക്തിയും രോഗശമനവും നമുക്ക് കൈവരുന്നതാണ്. ഇനി മൃത്യുഞ്ജയ ഹോമം വഴിപാട് നടത്തുകയാണെങ്കിൽ കഠിന രോഗ നിവാരണത്തിനും സകലവിധ പാപമോചനത്തിനും വളരെ നല്ലതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ തിലഹോമം വഴിപാട്. അത് പ്രേത ഉപദ്രവങ്ങളിൽ നിന്ന് ശാന്തി കിട്ടാൻ നമുക്ക് തിലഹോമം നടത്തുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ വഴിപാടുകൾക്കൊപ്പം തന്നെ പ്രാർത്ഥന ചെയ്യുന്നതും വളരെ നല്ലതാണ്. നമുക്ക് കിട്ടുന്ന സമയം ഭഗവാന്റെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.